അല്ലാതെ ഓടി കയറിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡോ LLP കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP ഇവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് LLP എടുക്കണോ പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കണോ, അതോ ഇനി ഇതൊന്നും എടുക്കേണ്ട ജസ്റ്റ് ഒരു പ്രൊപ്പറേഷൻഷിപ്പ് എടുത്താൽ മതിയോ എന്ന് പലർക്കുള്ള സംശയമാണ്. ഈ വീഡിയോയിൽ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് LLP ആയിട്ടുള്ള ഡിഫറൻസ് അഥവാ ഏത് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു അഡ്വൈസ് തരാം. അഥവാ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, സ്കെയിലബിൾ അല്ല എന്നായത് എനിക്ക് എന്തായിരിക്കണം, സ്റ്റാൻഡേർഡായിട്ട് റണ്ണിങ് പക്കാ ഫോർമാറ്റിൽ റൺ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LLP മതി. LLPയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നമ്മൾ സ്കെയിലബിൾ അല്ല എന്നാലോ നമുക്ക് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം, ആനുവൽ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അതുപോലെ ഒരു ആൾക്കാർക്ക് ട്രസ്റ്റ് കൂടി ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ LLP ആണ് ഏറ്റവും ബെറ്റർ. LLP ആകുമ്പോൾ കംപ്ലയിൻസിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കംപ്ലയിൻസ് മാത്രമേ കുറയും. ബാക്കി ഫോമുകളൊക്കെ എന്ന് പറഞ്ഞാൽ LLPയിൽ ഫോം 8, ഫോം 11, അതുപോലെ ITR ഫയലിങ് 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, അതുപോലെ 25 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ LLPക്കും ഓഡിറ്റിംഗ് നിർബന്ധമായിട്ട് വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ ആനുവൽ ഫയലിംഗ് ഉണ്ട്. ആനുവൽ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ MGT7 AOC4 എന്ന് പറയുന്ന 2 ഫയലിങ്ങും അതുപോലെ ITR ഫയലിങ്ങാണ് ഉണ്ടാവുക. ഇതൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഏതെടുക്കണം. സ്കെയിലബിൾ ബിസിനസ്സിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, അതുപോലെ സ്റ്റാർട്ടപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എന്നാൽ നമ്മൾ സ്കെയിലബിൾ അല്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഞങ്ങൾ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് LLPയിൽ ചെയ്താൽ മതി. ഇനി അതൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കണുള്ളൂ, എനിക്കിത് ഫ്യൂച്ചർ ഉണ്ടോയെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പറേഷൻഷിപ്പ് തന്നെ എടുത്താൽ മതി. അല്ലാതെ ഓടി കയറിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡോ LLP കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.